ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 8 ആണ്. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് സംഷി ഓൺലൈൻ ബോയ്ഫ്രണ്ടിനെ കാണാനാണെന്ന് പറഞ്ഞ് പോയത് അറിഞ്ഞ അച്ഛനും അമ്മയും നേരെ അവരിവിടേക്ക് വന്നപ്പോൾ യാതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ല. അത് എന്താണെന്ന് യങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യങ്ങിനോട് അമ്മ പറയുന്നുണ്ട്, അവൾ എന്തോ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ അവളോട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്കത് മനസ്സിലാകില്ല. അവൾ വീണ്ടും അത് തന്നെ ചെയ്യും എന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. അതേസമയം സംശയാണെങ്കിൽ ഡുവാന് ഗേൾ ഫ്രണ്ട് ഉള്ളത് അറിഞ്ഞതിന് ശേഷം വളരെയധികം സങ്കടത്തിലായിരുന്നു. അങ്ങനെ ഒരു ബോക്സ് എല്ലാം എടുത്ത് ഡുവാൻ നൽകിയ എല്ലാ സാധനങ്ങളും അതിലാക്കി അവൻ നൽകിയ ആദ്യത്തെ മിൽക്ക് ബോട്ടിൽ മുതൽ പപ്പി വരെ അതിലാക്കി അവൾ എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അവൾക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് സങ്കടമുണ്ടായിരുന്നു മുഖത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് പിന്നെ കാണിക്കുന്നത്. ഇതിൽ സംഷി +2 എല്ലാം കഴിഞ്ഞ് ഡിഗ്രിക്ക് അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കോളേജിലായിരുന്നു ചേർന്നത്. ഇത് സംഷിയുടെ ഒരു ഫ്രണ്ടാണ്, വലിയ വ്ലോഗർ എല്ലാമാണ്. ഇത് സംഷിയുടെ വേറൊരു ഫ്രണ്ട് വെറും കളിയായി നടക്കുന്ന ഒരാളാണ്. ഇതും സംഷിയുടെ ഫ്രണ്ടാണ്. അവളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എല്ലാ ബുക്കുമായി വരുന്നത് ഒരു പഠിപ്പിസ്റ്റാണിത്. ഇവനാണെങ്കിൽ അവരുടെ തന്നെ കോളേജിലുള്ള വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളാണ്. സംഷിയുടെ ഫ്രണ്ടിന് അവനെ ഇഷ്ടമാണ്, പക്ഷെ അവന് സംഷിയാണ് ഇഷ്ടം. അവൻ നേരെ വന്ന് അവർക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംഷിയോട് പറയുന്നുണ്ട്, നീയും വരണം, നീ എൻ്റെ ഒരു പാർട്ടിക്കും വരാറില്ല, നീയും വരണം എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ സ്ഥലമെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി പാർട്ടിക്ക് പോകുന്ന അതേ റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടെ ഡുവാൻ വരുന്നത്. പക്ഷേ ഡുവാൻ സംഷിയെയും കാണുന്നില്ല, സംഷി ഡുവാനെയും കാണുന്നില്ല. ഡുവാനാണെങ്കിൽ അതേസമയം അവൻ്റെ കൊളീഗ്സുമായി ഒരു പാർട്ടിക്ക് വന്നതായിരുന്നു. അവിടെ ഒരു സ്റ്റാഫ് ഒരു ഗേളിനെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഡുവാനോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ ഗേൾസിനോട് ഇൻട്രസ്റ്റ് കാണിക്കും, ഇവളെ കൂടെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നീ പുറത്തെല്ലാം പോകും, ഡേറ്റ് എല്ലാം ചെയ്യും എന്നെല്ലാം ഡുവാനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ടും ഡുവാൻ വെറുതെ തലയാട്ടുക എന്നെല്ലാം മാത്രം ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതേസമയം സംഷി വന്ന പാർട്ടിയിലാണെങ്കിലോ സംഷിക്ക് വല്ലാതെ ഓക്വേർഡെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. പക്ഷേ സംഷി ഒരു ഭാഗത്തിരുന്ന് ഭക്ഷണമെല്ലാം കഴിക്കുകയാണ്. അങ്ങനെ സംഷി അവിടെ നിന്ന് പോകുമ്പോഴാണ് സംഷിക്ക് മനസ്സിലായത് അവളെടുത്ത കോട്ടെല്ലാം മാറിപ്പോയിട്ടുണ്ട് എന്നെല്ലാം. അത് അവളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തറയിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോഴാണ് സംഷി നേരെ നോക്കുമ്പോൾ അവിടെ ഡുവാൻ അവളെ നോക്കിയിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് ഡുവാനെ കാണുന്ന സംഷി ഒരുപാട് നെട്ടുന്നുണ്ട്. കാരണം ഒരു വർഷത്തിന് ശേഷമാണ് പിന്നെ ഡുവാനെ അവൾ കാണുന്നത്. ഡുവാനാണെങ്കിൽ നേരെ അവളുടെ കോട്ടിൽ നിന്ന് വീണ സിഗരറ്റ് എല്ലാം എടുത്ത് സംഷിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നീ ഇതും ചെയ്യാൻ തുടങ്ങിയോ? അപ്പോൾ സംഷി പറയുന്നുണ്ട്, ഇതെൻ്റെതല്ല, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കോട്ടാണ്, ഞാൻ മാറി എടുത്തു കൊണ്ടുവന്നതാ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡുവാൻ ചോദിക്കുന്നുണ്ട്, നീ കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ സംഷി പറയുന്നുണ്ട്, ഒരൽപ്പം എന്നെല്ലാം പറയുന്നുണ്ട്. ഡുവാൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇത്ര കാലമായിട്ടും ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് തിരിച്ചൊരു റിപ്ലൈ വരെ തരാഞ്ഞത്, ഞാൻ എത്ര നിനക്ക് മെസ്സേജ് അയച്ചെന്നു എന്നെല്ലാം പറയുമ്പോൾ സംഷി പറയുന്നുണ്ട്, അതെനിക്ക് +2 ഒക്കെ അല്ലേ, ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഈ കോളേജിൽ തന്നെ കിട്ടണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു, അവിടെയൊക്കെ കിട്ടണമെങ്കിൽ നല്ലോണം പഠിക്കണം എന്നെല്ലാം ഡുവാനോട് പറയുന്നുണ്ട്. അങ്ങനെ ഡുവാൻ പറയുന്നുണ്ട്, നീ ഏതായാലും കുടിച്ചിട്ടില്ലേ, ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം എന്നെല്ലാം പറഞ്ഞ് സംഷിയുടെ സ്ഥലഭേദ എന്നെല്ലാം ഡുവാൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സംഷിയെ കൊണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഡുവാൻ സംഷിയോട് ചോദിക്കുന്നുണ്ട്, ഒന്നും ഉണ്ടായിട്ടല്ല നിന്നോട് ഞാനിത് ചോദിക്കുന്നത്, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നെല്ലാം ഡുവാൻ ചോദിക്കുമ്പോൾ സംഷി മറുപടിയായി പറയുന്നത്, എനിക്ക് ഒരു ദേഷ്യവുമില്ല. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് നീ എനിക്ക് ഞാൻ അയച്ചു തന്ന ഗിഫ്റ്റ് വാങ്ങുകയില്ല, പിന്നെയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയില്ല, എൻ്റെ മെസ്സേജ് കണ്ടിട്ട് പോലും തിരിച്ച് റിപ്ലൈ തരുന്നില്ല എന്നെല്ലാം ഡുവാൻ പറയുമ്പോൾ സംഷി പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് എന്നെല്ലാം ഡുവാനോട് സംഷി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഡുവാൻ സംഷിയുടെ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ വരെ കൊണ്ടാക്കി കൊടുത്തതിന് ശേഷം സംഷിക്ക് ഹണി ടീ ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സംഷിയോട് പറയുന്നുണ്ട്,
ഇനി നിനക്ക് എപ്പോഴെങ്കിലും പുറത്തു പോകണമെങ്കിൽ ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, നമുക്ക് ഒരു ദിവസം ലഞ്ച് കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ എല്ലാം നിന്നെ ഞാൻ പുറത്തു കൊണ്ടുപോകാം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഇത് ടീ ഉണ്ടാക്കി കഴിക്കണം, എന്നാൽ അല്പം ആശ്വാസം കിട്ടും എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഡുവാൻ പറഞ്ഞ പോലെ റൂമിൽ വന്നതിന് ശേഷം അണി ടീ എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് സാക്ഷി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഡുവാന്റെ മെസ്സേജ് എല്ലാം കണ്ടിട്ടാണ് സാക്ഷി എണീക്കുന്നത്. എന്നിട്ട് ഡുവാന് ഒരു വർഷത്തിന് ശേഷമായി സാക്ഷി മെസ്സേജ് അയക്കുന്നുമുണ്ട്. ഡുവാൻ പറയുന്നുണ്ട് സാക്ഷിയോട്, നിനക്ക് എപ്പോഴെങ്കിലും നീ കുടിച്ചിട്ടുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ നീ ഒറ്റക്ക് പോകരുത്, എന്നെ വിളിച്ചാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. സാക്ഷി അങ്ങനെ മെസ്സേജ് എല്ലാം അയക്കുന്നതിന് കണ്ട് സാക്ഷിയുടെ ഫ്രണ്ട്സ് എല്ലാം സാക്ഷിയുടെ ഫോണിലേക്ക് നോക്കുന്നുണ്ട്. സാക്ഷി എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവൻ്റെ പാർട്ടിക്ക് നമ്മളെല്ലാവരും കൂടി പോയില്ലേ, അവൻക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നീ പോയതിനു ശേഷം നിന്നെ പറ്റി തന്നെയായിരുന്നു ചോദിച്ചത്, നിനക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ നോക്ക് എന്നെല്ലാം പറയുമ്പോൾ അതെ, ഡുവാൻ പറഞ്ഞ പോലെ തന്നെ അവൻ സാക്ഷിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാമാണ് ഹിഡൻ ലവ് എന്ന എപ്പിസോഡ് 8-ലുള്ളത്.